നമസ്കാരം. നമ്മളിന്ന് നോസ് പുരാണങ്ങളിലെ ഒരു പ്രധാനിയെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. സാക്ഷാൽ ഓഡിൻ. ഹോളിവുഡ് സിനിമകളിലൂടെയും പോപ്പ് കൾച്ചറിലൂടെയുമൊക്കെ നമ്മൾ കണ്ടു ശീലിച്ചൊരു ഓഡിനുണ്ടല്ലേ? ഉയർന്ന സിംഹാസനത്തിലിരുന്ന് ജ്ഞാനം ഉപദേശിക്കുന്ന വളരെ ശാന്തനായ ഒരു വലിയ മാന്ത്രികൻ. എന്നാൽ സത്യം പറയട്ടെ, ആ സുഖകരമായ ചിന്തയൊക്കെ ഇന്ന് നമ്മളൊന്ന് പൊളിച്ചെഴുതാൻ പോവുകയാണ്. കാരണം യഥാർത്ഥ ചരിത്രരേഖകളിലേക്ക് കടക്കുമ്പോൾ നമ്മൾ കാണുന്ന ഓഡിൻ തികച്ചും വ്യത്യസ്തനാണ്. യാഥാർത്ഥ്യത്തിന്റെ സകല പരിധികളും ലംഘിക്കാൻ മടിയില്ലാത്ത പ്രവചനാതീതനായ ഒരു കഥാപാത്രം. മരത്തിൽ കൊത്തിയെടുത്ത റൂണുകൾ, ലോകമെമ്പാടും പറക്കുന്ന കാക്കകൾ, എപ്പോഴും കയ്യിലുള്ള ആ കുന്തം, പിന്നെ ആ വലിയ സിംഹാസനം. ഇതെല്ലാം ശരിയാണെങ്കിലും ഈ ചിത്രം ഒരിക്കലും പൂർണ്ണമല്ല. ശാന്തനായ പൂർണ്ണ അധികാരമുള്ള ഈ മാന്ത്രിക ദൈവം എന്ന ആശയം ഏറ്റവും പഴയ ചരിത്രസ്രോതസ്സുകൾ വെച്ച് നോക്കുമ്പോൾ അടിസ്ഥാനപരമായി തന്നെ തെറ്റാണെന്ന് നമുക്ക് കാണാം. അധികാരത്തിന്റെ സുരക്ഷിതത്വത്തിൽ വെറുതെ ഇരുന്ന മാന്ത്രികവിദ്യ പ്രയോഗിക്കുന്ന ഒരു സാധാരണ ഭരണാധികാരിയല്ല അദ്ദേഹം. ഇതൊന്ന് ആലോചിച്ച് നോക്കൂ. അധികാരത്തിന്റെ സുരക്ഷിതമായ കേന്ദ്രത്തിലിരിക്കുന്ന ഒരു വ്യക്തിയെയാണോ, അതോ എഡ്ഡുകളിലും സാഗകളിലും കാണുന്നതുപോലെ അലഞ്ഞുതിരിയുന്ന ഒരു അപരിചിതനെയാണോ നമ്മൾ യഥാർത്ഥ ഔഡിനായി കാണേണ്ടത്? ചരിത്രരേഖകൾ പറയുന്നത് രണ്ടാമത്തേതാണ്. സുരക്ഷിതമായ ഒരു സിംഹാസനത്തിലിരിക്കുന്നതിനേക്കാൾ നിരന്തരം യാത്ര ചെയ്യുന്ന, വേഷപ്രച്ഛന്നനായി നടക്കുന്ന, ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് കടന്നുവരുന്ന ഒരാൾ, അതിരുകളിലും അപരിചിതമായ വഴികളിലുമൊക്കെ അലയുന്ന, ശരിക്കും നിഗൂഢനായ ഒരു യാത്രകൻ. ശരി, അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരുമല്ലേ, ഈ മാന്ത്രിക വിദ്യയ്ക്ക് അദ്ദേഹം യഥാർത്ഥത്തിൽ നൽകുന്ന വില എന്താണ്? നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടി ആഴത്തിലിറങ്ങാം. എല്ലാ അധികാരങ്ങളുമുള്ളൊരു ദൈവം എന്തിനാണ് യാഥാർത്ഥ്യത്തിന്റെ പരിധികൾ ഇങ്ങനെ നിരന്തരം ലംഘിക്കാൻ ശ്രമിക്കുന്നത്? സ്വന്തം സംസ്കാരം തന്നെ ഏറ്റവും വലിയ അപമാനമായി കാണുന്ന കാര്യങ്ങൾ പോലും ചെയ്യാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നതെന്താണ്? എന്ത് വില കൊടുത്തും ഈ അറിവ് നേടാനുള്ള അടങ്ങാത്ത ആഗ്രഹത്തിന്റെ പിന്നിലെ ആ യഥാർത്ഥ കാരണം, അതാണ് നമ്മൾ ഇന്ന് കണ്ടെത്താൻ ശ്രമിക്കുന്നത്. ഭാഗം 1. വിലക്കപ്പെട്ട മാന്ത്രികവിദ്യ. ഈ മാന്ത്രികവിദ്യയ്ക്കൊരു പേരുണ്ട്: സെയ്ദർ. നോക്കൂ, ഇതൊരു സാധാരണ പദമേ അല്ല. പ്രവചിക്കാനും വിധി മാറ്റിയെഴുതാനും ഉപയോഗിച്ചിരുന്നൊരു വിദ്യയാണിത്. ഇതിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യമെന്താണെന്നോ, നോർ സംസ്കാരത്തിൽ ഇതൊരിക്കലും ഒരു നിഷ്പക്ഷമായ വിദ്യയായിരുന്നില്ല. സാംസ്കാരികമായി ഇത് സ്ത്രീകളുടെ ജോലി എന്നാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. വോൾവ എന്നറിയപ്പെടുന്ന അലഞ്ഞുതിരിയുന്ന സ്ത്രീ പ്രവാചകരാണ് ഇത് പ്രധാനമായും ചെയ്തിരുന്നത്. അന്നത്തെ സമൂഹത്തിൽ അത് വളരെ ശക്തവും എന്നാൽ അത്രത്തോളം തന്നെ അപകടകരവുമായ ഒന്നായിരുന്നു. അതായത്, ഒരു പുരുഷൻ ഈ സെയ്ദർ പരിശീലിക്കുക എന്നത് അന്നത്തെ നോർസ് ലോകത്ത് ചിന്തിക്കാൻ പോലും കഴിയില്ലായിരുന്നു. ഇതിനെ എർഗി എന്ന ആശയവുമായാണ് അവർ ബന്ധിപ്പിച്ചിരുന്നത്. പൗരുഷമില്ലായ്മ, അല്ലെങ്കിൽ സാമൂഹ്യ ഉത്തരവാദിത്തങ്ങളിൽ നിന്നുള്ള പൂർണ്ണമായ ഒളിച്ചോട്ടം എന്നൊക്കെയാണ് ഇതിനർത്ഥം. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഇതിലും വലിയൊരു അപമാനം അക്കാലത്തില്ല എന്ന് തന്നെ പറയാം. നോർസ് അഭിമാനത്തിന്റെ അടിത്തറയ്ക്കുമേലുള്ളൊരു വലിയ പ്രഹരമായിരുന്നു ഇത്. എന്നിട്ടും സർവാധികാരിയായ സാക്ഷാൽ ഓഡിൻ ഈ വഴി തന്നെ തെരഞ്ഞെടുത്തു എന്നതാണ് നമ്മളെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാര്യം. ഇതിന്റെ ഏറ്റവും മികച്ച നാടകീയമായൊരു ഉദാഹരണം ലോകാസന്ന എന്ന കവിതയിലുണ്ട്. ദൈവങ്ങളുടെയെല്ലാം ഒരു വലിയ സദ്യ നടക്കുന്ന ഹാളിൽ വെച്ച് ലോകി ഓഡിനെതിരെ നേരിട്ട് ഈ ആരോപണം ഉന്നയിക്കുകയാണ്. ഒരു വോൾവയെപ്പോലെ, അതായത് ഒരു സ്ത്രീയെപ്പോലെ നീ സെയ്ദർ ചെയ്തുവെന്ന് വളരെ പരസ്യമായി പരിഹാസത്തോടെ ലോകി വിളിച്ചു പറയുന്നു. എന്നാൽ ഇതൊന്നുമല്ല ഇതിലെ ട്വിസ്റ്റ്. ഈ വലിയ ആരോപണത്തെ ഓഡിൻ നിഷേധിക്കുന്നില്ല എന്നതാണ് സത്യം. ഇത്രയും വലിയൊരു പരസ്യ അപമാനം അദ്ദേഹം പൂർണ്ണമായും നിശബ്ദമായി ഉൾക്കൊള്ളുകയാണ് ചെയ്യുന്നത്. ഇവിടെ ശരിക്കും രസകരമായൊരു കാര്യമുണ്ട്. നീൽ പ്രൈസിനെ പോലുള്ള പ്രശസ്തരായ ചരിത്രകാരന്മാർ പറയുന്നത് കേൾക്കുക. ഈ സാമൂഹിക വിലക്കുകൾ ലംഘിക്കുന്നത് ഈ മാന്ത്രിക വിദ്യയുടെ വെറുമൊരു പാർശ്വഫലമൊന്നുമല്ല, മറിച്ച് അതുതന്നെയാണ് ഇതിൻ്റെ യഥാർത്ഥ ശക്തി. അതായത്, സമൂഹത്തിന് സ്വീകാര്യമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഈ നിഗൂഢ വിദ്യയ്ക്ക് അതിൻ്റെ പൂർണ്ണ ശക്തി ലഭിക്കുന്നത്. ആ അതിർവരമ്പുകൾ ഭേദിക്കുമ്പോൾ മാത്രമാണ് ഓഡിൻ യഥാർത്ഥത്തിൽ കൂടുതൽ കരുത്തനാകുന്നത്. ഭാഗം 2. സ്വയം തകർക്കൽ. ഈ മാന്ത്രിക അവസ്ഥയിലേക്ക് കടക്കുമ്പോൾ ഓഡിന്റെ ഭൗതിക ശരീരം അഥവാ ഹാമർ പൂർണ്ണമായും നിശ്ചലമാകുന്നു. അതൊരു തരം ഉറക്കത്തിലേക്കോ അല്ലെങ്കിൽ മിക്കവാറും മരണത്തിന് സമാനമായ അഗാധമായ ഒരു അവസ്ഥയിലേക്കോ വഴുതി വീഴുകയാണ്. സാധാരണ നമ്മൾ പറയുന്ന ആ ഒരു ബോധം അവിടെ നഷ്ടപ്പെടുന്നു. അദ്ദേഹം ആ നിമിഷങ്ങളിൽ എവിടെയാണോ ഉള്ളത്, ആ സാന്നിധ്യം ഒരിക്കലും അവിടെ അവശേഷിക്കുന്ന ആ ശരീരത്തിലല്ല. സ്വന്തം ഭൗതിക രൂപത്തെ മാറ്റാനോ അല്ലെങ്കിൽ പൂർണ്ണമായും ഉപേക്ഷിക്കാനോ കഴിയുന്ന അതിസങ്കീർണമായൊരു അവസ്ഥയാണിത്. ഇങ്ങനെ ശരീരത്തിൽ നിന്ന് സ്വതന്ത്രമാകുന്ന ഈ മനസ്സിനെയാണ് അവർ ഹ്യൂഗർ എന്ന് വിളിക്കുന്നത്. നോർസ് വിശ്വാസപ്രകാരം നമ്മുടെ സ്വത്വം അഥവാ ഐഡന്റിറ്റി എന്നത് ഇങ്ങനെ വിഭജിക്കാൻ കഴിയുന്ന ഒന്നാണ്. ഓഡിന്റെ കൂടെയുള്ള കാക്കകൾ വെറും പക്ഷികളാണെന്ന് കരുതിയോ? അല്ല, അവ അദ്ദേഹത്തിന്റെ തന്നെ കാഴ്ചയുടെയും ബോധത്തിന്റെയും വിപുലീകരണങ്ങളാണ്. ലോകത്തിന്റെ മറന്നിരിക്കുന്ന ഏറ്റവും ഇരുണ്ട തലങ്ങളിലേക്ക് തന്റെ മനസ്സിനെ യാതൊരു തടസ്സവുമില്ലാതെ അയക്കാൻ ഓഡിന് ഇതിലൂടെ സാധിക്കുന്നു. ഇതൊരു വലിയ യാഥാർത്ഥ്യം നമ്മെ കാണിച്ചു തരുന്നുണ്ട്.
ഓഡിൻ യാഥാർത്ഥ്യത്തിന് മുകളിൽ നിന്നുകൊണ്ട് തന്റെ അധികാരം ഉപയോഗിച്ച് അതിനെ നിയന്ത്രിക്കുകയല്ല ചെയ്യുന്നത്. പകരം താൻ ആരാണ് എന്നതിന്റെ അതിരുകൾ ഇല്ലാതാക്കി സമയത്തിലൂടെയും സ്ഥലത്തിലൂടെയും സ്വതന്ത്രമായി സഞ്ചരിക്കുകയാണ്. പുറത്തേക്ക് മന്ത്രങ്ങൾ പ്രയോഗിച്ച് ലോകത്തെ മാറ്റുന്നതിനു പകരം ഈ ലോകത്തിന്റെ രഹസ്യങ്ങൾ അറിയാൻ അദ്ദേഹം തന്നിലേക്ക് തന്നെ ചുരുങ്ങുകയും ഒരു പരിധിവരെ സ്വയം ഇല്ലാതാവുകയുമാണ് ചെയ്യുന്നത്. ശരിക്കും വിചിത്രമാണല്ലേ? നീൽ പ്രൈസിന്റെ പഠനങ്ങൾ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ രീതികൾ ലോകത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലുമുള്ള വിശാലമായ ഷാമനിക് പാരമ്പര്യങ്ങളുമായി വളരെയധികം സാമ്യമുള്ളതാണ്. ആചാരപരമായ വിദഗ്ധർ അസാധാരണമായ ട്രാൻസ് അവസ്ഥകളിലേക്ക് പ്രവേശിക്കുന്നു, ഭൗതിക ശരീരം ഉപേക്ഷിച്ച് യാത്ര ചെയ്യുന്നു, അദൃശ്യശക്തികളുമായി ആശയവിനിമയം നടത്തുന്നു, ഒടുവിൽ ആരും കാണാത്ത അറിവുകളുമായി മടങ്ങിവരുന്നു. ലോകമെമ്പാടുമുള്ള ഇത്തരം ആചാരങ്ങളുമായി ഓഡിന്റെ ഈ പ്രവൃത്തികൾക്ക് വലിയ സാമ്യങ്ങളുണ്ട്. എങ്കിലും ക്ലൈവ് ടുലിയെ പോലുള്ള ഗവേഷകർ ഇവിടെ കൃത്യമായൊരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഓഡിനെ വെറുമൊരു സാർവത്രിക ഷാമൻ എന്ന് വിളിച്ച് നമുക്ക് ലളിതവൽക്കരിക്കാൻ കഴിയില്ല. നോർസ് പുരാണങ്ങൾക്ക് അതിൻ്റേതായ വളരെ സവിശേഷവും വിചിത്രവുമായൊരു യുക്തിയുണ്ട്. അങ്ങനെ ലളിതമായൊരു ലേബൽ നൽകുമ്പോൾ ഈ മിത്തുകളുടെ യഥാർത്ഥ ആഴവും സങ്കീർണതയും നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ എന്തിനായിരിക്കും ഓഡിനിതെല്ലാം ചെയ്യുന്നത്? നമുക്ക് നോക്കാം. ഭാഗം 3. ത്യാഗത്തിന്റെ ഒരു പാറ്റേൺ. ഈയൊരു ടൈം ലൈൻ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇതൊരു വെറും കാവ്യഭാവനയല്ലാട്ടോ, മറിച്ച് ഭയാനകമായ ഒരുതരം ആസക്തിയുടെ ചിത്രമാണ് ഇവിടെ തെളിയുന്നത്. 1-ാമത്തെ മിനിറ്റിൽ അറിവിനായി മിമിറിന്റെ കിണറ്റിൽ സ്വന്തം കണ്ട് ചൂഴ്ന്നെടുത്തു നൽകുന്നു. 9-ാം രാത്രിയിൽ റൂണുകളുടെ രഹസ്യമറിയാൻ സ്വന്തം കുന്തത്താൽ മുറിവേറ്റ് ഒരു മരത്തിൽ തൂങ്ങിക്കിടക്കുന്നു. 100-ാം വർഷത്തിൽ മരിച്ചവരിൽ നിന്നും ഉപദേശം തേടി നിരന്തരം അലയുന്നു. നോക്കൂ, ഇവയൊന്നും വെറും വീരകൃത്യങ്ങളല്ല, മറിച്ച് അറിവിനോടുള്ള ഭയാനകമായ ഒരുതരം എഡിക്ഷനാണ്. നിരന്തരം അതിരുകൾ ലംഘിക്കുക, സ്വയം നശിപ്പിക്കുക, സ്വന്തം വ്യക്തിത്വത്തിന്റെ ഭാഗങ്ങൾ തന്നെ നഷ്ടപ്പെടുത്തുക. ഇതൊക്കെയും എന്തിനാണെന്നറിയാമോ? വരാനിരിക്കുന്ന ഒരു വലിയ ദുരന്തത്തെക്കുറിച്ചുള്ള അറിവ് നേടാൻ വേണ്ടി മാത്രമാണ്. പക്ഷേ ഇതിലേറ്റവും വലിയ ദുരന്തം എന്താണെന്നോ? എത്രയൊക്കെ അതിരുകൾ കടന്നാലും സ്വന്തം അസ്തിത്വം എത്രത്തോളം നശിപ്പിച്ചാലും തനിക്ക് വരാനിരിക്കുന്ന ആ ഇരുണ്ട വിധിയെ മാറ്റാൻ ഇതിലൂടെയൊന്നും അദ്ദേഹത്തിന് കഴിയുന്നില്ല എന്നതാണ്. അതുകൊണ്ട് ഏറ്റവും നിർണായകമായ കാര്യമിതാണ്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ അദ്ദേഹം സ്ഥിരതയുള്ള അധികാരമുള്ള ഒരു ദൈവമേ അല്ല. അദ്ദേഹത്തിന്റെ ജീവിതം നിർവചിക്കപ്പെട്ടിരിക്കുന്നത് തന്നെ അസ്ഥിരതയിലൂടെയാണ്. ഓഡിൻ മാന്ത്രികവിദ്യയെ കീഴ്പ്പെടുത്തുകയല്ല ചെയ്തത്, മറിച്ച് ആ മാന്ത്രികവിദ്യ അദ്ദേഹത്തെ പൂർണ്ണമായും മാറ്റിയെഴുതാൻ അദ്ദേഹം സ്വയം വിട്ടുകൊടുക്കുകയായിരുന്നു. അറിവിനുവേണ്ടി സ്വന്തം സ്വത്വം തന്നെ ഇല്ലാതാക്കാൻ അദ്ദേഹം തയ്യാറായി. അവസാനമായി നമ്മെ ശരിക്കും ഇരുത്തി ചിന്തിപ്പിക്കുന്നൊരു ചോദ്യമിതാണ്. സർവശക്തനായൊരു ദൈവം വിലക്കപ്പെട്ട അറിവുകൾക്കായി സ്വന്തം വ്യക്തിത്വം തന്നെ നശിപ്പിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ വരാനിരിക്കുന്ന എത്ര വലിയൊരു വിനാശത്തെ നേരിടാനാണ് അദ്ദേഹം തയ്യാറെടുക്കുന്നത്? ഓഡിന്റെ ഈ ഭയാനകമായ ആസക്തിയുടെ യഥാർത്ഥ സ്വഭാവം അതുതന്നെയാണ്. ഈയൊരു ചിന്ത നിങ്ങളിലേക്ക് നൽകിക്കൊണ്ട് ഇന്നത്തെ ഈ അന്വേഷണം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും കാണാം.